കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ച ഐതിഹാസികമായ സമരം അധികാരത്തിന്റെ അടിവേരുകൾ ഇളക്കിയില്ലെങ്കിലും ഒന്ന് വിറപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. അവരുടെ ചർച്ചാ പ്രഹസനം നമ്മളെ പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. അത് ഫുട്പാത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ആയിരക്കണക്കിന് ആശാപ്രവർത്തകർ വന്നാൽ രാത്രിയിൽ നമ്മൾ റോഡിൽ കിടക്കാൻ നിർബന്ധിതമാകും. കേരളത്തിലെ ആയിരക്കണക്കിന് ആശാ വർക്കേഴ്സ് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നേടിയെടുക്കാൻ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാതെ ഉരുണ്ടുകളിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇവിടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാപ്പകൽ നടക്കുന്ന സമരത്തെ തുടർന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ സംഘടനാ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ നമ്മളിവിടെ ഉന്നയിച്ച ആശാ വർക്കർമാരുടെ കാതലായ വിഷയങ്ങളിന്മേൽ യാതൊരു തീരുമാനവും എടുക്കാതെയാണ് മന്ത്രി ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഉയർത്തിയ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതിനേർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ മുഴുവൻ പിൻവലിക്കുക, എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് ഓണറേറിയം നൽകുക, ഈ വിഷയങ്ങൾ നിരന്തരമായി മന്ത്രിയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോഴും നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുൻകാലങ്ങളിൽ പറയുന്ന അതേ ഒരു മറുപടിയാണ് ഇത്രയും ശക്തമായ ഒരു സമരത്തിൻ്റെ 6-ാം ദിവസം ചെല്ലുമ്പോഴും മന്ത്രി നമ്മളോട് പറയുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതുമൂലമാണ് പൈസ കൊടുക്കാൻ കഴിയാത്തത് എന്നാണ് പറയുന്നത്. വിരമിക്കാൻ എന്നെ സംബന്ധിച്ച് 2022 മാർച്ച് 2-നാണ് ഉത്തരവ് കൊണ്ടത്. അന്നു മുതൽ നമ്മുടെ സംഘടന വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കണമെന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചെല്ലുമ്പോഴും ചർച്ചയ്ക്ക് വിളിച്ച് നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ധനവകുപ്പുമായിട്ട് ചർച്ച ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഉയർത്തുന്ന ഡിമാൻഡുകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും ചർച്ച നടത്തി ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇത് ചർച്ച എന്ന പേരിൽ ഇവിടെ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഉയർത്തിയ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു വിഷയങ്ങളിലും ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകാതെയാണ് മന്ത്രിയുമായുള്ള ചർച്ച അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ 10-ാം തീയതി ആരംഭിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 20-ാം തീയതി കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്ന ഒരു മഹാസംഗമം നമ്മുടെ സമരസമിതി. നാരീശക്തിയുടെ ഇടിമുഴക്കം കേരളത്തിലെ സമര ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം പിടിക്കും എന്ന് തന്നെ കരുതാം.